ഇതൊക്കെയായിരുന്നു അവരുടെ ചിന്താഗതി. അവർക്കറിയാം അതുകൊണ്ട് എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്ന്. അതിന് കാരണം പറഞ്ഞാൽ മല വെള്ളത്തിനകത്ത് പൊങ്ങിക്കിടക്കുമെന്ന് വെച്ചു. അതിന് അർത്ഥം എന്താണ്? കഴിച്ച ആഹാരം ദഹിച്ചു. നേരെ താന്നു പോകാതെ മനസ്സിലാക്കണം കഴിച്ചത് ദഹിച്ചിട്ടില്ല. സിമ്പിൾ മെത്തേഡ്. അതിന് ഒരു ടെസ്റ്റും വേണ്ട. ലാബിൽ കൊണ്ടുവന്ന് 300 രൂപ കൊടുക്കണം. ഉൾക്കൊള്ളാൻ പറ്റും. അല്ല, അത് പറഞ്ഞില്ലേ ഇപ്പൊ അമ്മ നേരത്തെ ഞാൻ നേരത്തെ അതേ പറഞ്ഞല്ലോ. അമ്മ പറയാതെ എടാ മോനെ അച്ഛൻ വരുന്നതാണ് ഇന്നെങ്ങനെ തെറ്റില്ലേ? എടാ മോനെ അമ്മ എന്നിട്ട് കെടുക്കു നോക്ക്. ആ പരുവത്തിൽ നമ്മൾ പോയതിനെ നമ്മൾ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ അടി പറ്റിയ മനസ്സിലായോ? പോട്ടെ. അപ്പൊ നിലപ്പന സാധനം മനസ്സിലായല്ലോ. അത് കഴിഞ്ഞ് അടുത്ത ആളാണ് പൂവാങ്കുറുമ്പലൻ. പൂവാങ്കുറുമ്പലിന്റെ ഭഗവാനാണ് ബ്രഹ്മാവ്. എന്തോ പൂവാങ്കുറുമ്പൽ അറിഞ്ഞൂടെ? അതൊരു മുയൽച്ചെവിയിലും പൂവാങ്കുറുമ്പിലും ഏകദേശം ഒരുപോലൊക്കെ ഇരിക്കും. ചെറിയ പൂവാൻ. ഒരു ഞാൻ പിന്നെ പറഞ്ഞത് എന്നോട് പിന്നെ ഒന്ന് ചോദിച്ചോളൂ. പൂവാങ്കുറുന്തലെ ഭഗവാനാണ് ബ്രഹ്മാവ്. ഈ പൂവാങ്കുറുന്തലും കറിവേപ്പിലയും കൂടെ വെള്ളം തിളപ്പിച്ച് കുടിക്കാമെങ്കിൽ ശ്വാസം മുടങ്ങി അപ്പാശ്വാസം കിട്ടും. പൂവാങ്കുറുന്തലിന്റെ ഇലക്കകത്ത് പൂവാങ്കുറുന്തൽ കുറച്ച് ഒരു പിടി പറിച്ചിട്ട് അത് ഇഡലി പാത്രത്തിലോട്ട് വെച്ചിട്ട് ഒരു 2 ഏത്തയ്ക്ക പുഴുങ്ങിയാമെങ്കിൽ എന്നാലും ശ്വാസം മുടങ്ങി പെട്ടെന്ന് ആശ്വാസം കിട്ടും. ആ ഏത്തയ്ക്ക അങ്ങ് തിന്നേച്ചാൽ മതി. മലമെന്നുള്ളവരാണെങ്കിൽ ഏത്തയ്ക്ക വെക്കരുത്. അത് പോയി അറിയാം. ഉള്ളവരാണെങ്കിൽ ഏത്തയ്ക്കോട്ട് പോകില്ല. അപ്പൊ പൂവാങ്കുറുന്തലും കറിവേപ്പിലയും കൂടെ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ ശ്വാസം മുടങ്ങി നല്ലൊരു ആശ്വാസം കിട്ടും. അത് കഴിഞ്ഞ് മുയൽച്ചെരിയൻ അല്ലെങ്കിൽ ഒരിച്ചിരിയൻ എന്നും പറയും. അതിന്റെ പ്രത്യേകത അറിയാമോ? നമ്മളെ ഒരുമാതിരിപ്പെട്ട ശരീരത്തിന്റെ സൃഷ്ടി പോലും നിങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ അറിഞ്ഞുകൂടാങ്കിൽ മൃഗങ്ങളുടെ പുറകെ പോവുകയോ അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അതെങ്കിലും പോയി കണ്ടുപിടിച്ചുകൊണ്ട് വരാനാണ് തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ അറിയോ? ഈ ഒരിക്കലും കണ്ടിട്ടുണ്ട ചെവിയുടെ അണക്കായിരിക്കുന്നതിന്റെ അല്ല. ശ്രദ്ധിച്ചറിഞ്ഞാൽ മറ്റോ അത് ചെവിക്കകത്ത് ചെവിവേദന വരും വെച്ച് പിഴിഞ്ഞങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് 3 തുണി എന്താ? ചക്ക വയറ്, മാങ്ങ ആമാശയം, കണ്ണ് നെല്ലിക്ക, മാതനാരങ്ങ പല്ല്, ഒരിച്ചെരിയൻ ചെവി, മുടി വാഴനാര്, ചങ്കലം പറണ്ട ജോയിന്റ്. ചങ്കലം പറ കണ്ടിട്ടില്ലേ? എങ്ങനെയുണ്ട്? ആ ജോയിന്റ് നീരിന് ഏറ്റവും നല്ല സാധനമാണ്. ഇങ്ങനെ ഓരോന്നിനെയും ആപ്പിള് ഹൃദയം ഓരോന്നിനെയും കൊടകൻ തലയോട്ടിയും കൊടകൻ മുത്തുള് അതിന്റെ ഞരമ്പുകൾ തലച്ചോറിന് ആകായിരിക്കും. ഇങ്ങനെയെങ്കിലും നിങ്ങൾ ചെയ്തോളാൻ വരെ തമ്പുരാൻ പറഞ്ഞത്. എന്നിട്ടും നമ്മൾ പോയി കോട്ടെ. മുയൽ ചെവിയൻ ഇതിന് രണ്ടാമത് അതിന്റെ അതാണ് ഈ കുഴപ്പം ഇത്രയും ഉണ്ടാക്കിയത്. അത് കാമദേവൻ അല്ല. ചിരിക്കാൻ അങ്ങനെയല്ല. അതിന് തമാശ എന്താ പറയാം? ഇത് ചൂടാൻ നേരത്തൊരു വാചകം പറയണം. അവിടെ അടി വെച്ചത്. എന്റെ പൊന്ന് കാമദേവൻ ഭഗവാനെ അടുത്ത ജന്മത്തും ഈ ഭർത്താവിനെ തന്നെ എനിക്ക് തരണേന്ന് അവിടെയാ അടി പറ്റിയത്. ഈ ഇപ്പൊ തന്നെ ഇതാ ഗതി. അടുത്ത ജന്മത്തും കൂടെ അവനെ കിട്ടിയാലുള്ള ഗതി എന്താന്ന് അവര് അതാ കുഴപ്പം ഇത്രയും പറ്റിയത്. അങ്ങനെയാണ് ഈ രസപുഷ്പം ഇപ്പൊ തിരുവാതിര കളിക്കാത്തോണ്ട് പോയത്. അപ്പൊ മനസ്സിലായ ഇതാരെങ്കിലും പറയപ്പോ ഒരു മനുഷ്യൻ പറയാൻ പറ്റുമോ? അങ്ങനെ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ മുയൽ ചെവിയനാണ് ഈ കുഴപ്പം ഇത്രയും കാണിച്ചത്. അടുത്തത് വള്ളി ഉഴിഞ്ഞ അല്ലെങ്കിൽ വള്ളി ഉഴിഞ്ഞ. ഈ മുയൽച്ചെവിയന്റെ ഒരു പിടി മുയൽച്ചെവിയൻ 20 നീരെടുത്തിട്ട് 1/2 കിലോ ശർക്കരയ്ക്കകത്ത് കുറുക്കി കഴിക്കാമെങ്കിൽ എത്ര വണ്ണം വെക്കാത്ത കുട്ടികൾക്കും വെക്കാൻ കഴിവുണ്ടെങ്കിൽ വെക്കും. വെറും മുയൽച്ചെവിയന്റെ ഇത് മനസ്സിലായോ? ആരും നന്നാവുന്നില്ല. പണ്ടിത് ഗർഭിണികൾക്ക് പ്രസവിച്ചു കഴിയുമ്പോൾ ശേഷം വയറ്റാട്ടികൾ ഇതാണ് കുറുക്കി കൊടുത്തിട്ടിരുന്നത്. പാവങ്ങളാണെങ്കിൽ നീര് 20 നീരിനകത്ത് 1/2 കിലോ ശർക്കര, കറുത്ത ശർക്കരയായി. കരിപ്പെട്ടിയല്ല, ഉണ്ട ശർക്കര എന്ന കറുത്തുണ്ട്. കരിപ്പെട്ടിയല്ല. കരിപ്പൊട്ടി ദേവി ചെയ്ത് മേടിക്കാതിരിക്കുക.
ശർക്കരയൊക്കെ നല്ല ശർക്കരയൊക്കെ അലിച്ചിട്ട് എടുക്കാവും. കരിപ്പൊട്ടി, ശർക്കര ഇതൊക്കെ ഈ അലിച്ചെടുക്കാം. കാരണം സിമെന്റും പ്ലാസ്റ്റർ പാരിസും ഒക്കെയാണ് അതിനകത്ത്. കാരണം പണ്ട് ശർക്കര ഉരുവായിരുന്നു അറിയോ? പണ്ട് പനയുടെ ഇതിനകത്ത് ഓല കൂടക്കകത്ത് കൊണ്ടുവന്നിട്ട് വെക്കുമ്പോ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉരുവായിരുന്നു അറിയോ? ഇപ്പൊ ഉരുകുന്ന കണ്ടിട്ടുണ്ടോ? എന്താ സംഭവിച്ചത്? ആദ്യ കാലത്തിലൊന്നും ഉരുകുന്നില്ല, കേടാവുന്നില്ല. അതിനൊക്കെ ഓരോ ടെക്നോളജി ഉണ്ട്. സിമെന്റ്, പ്ലാസ്റ്റർ പാരിസ്, കുമ്മായം, ഇതൊക്കെയാണ് എന്തിനായി ചേർക്കുന്നത്? ശർക്കരയിൽ. 1/2 കിലോ ശർക്കര കൂടെ ഇട്ടിട്ട് ഇതിനെ കുറുക്കി കഴിച്ചോളാം. അല്ല, അങ്ങനെയല്ല. ഒരു കാര്യം ഇതുകൂടെ ഓർത്ത് വെച്ചോളൂ. ഒരു മനുഷ്യന് ഇന്ന് വരെ ആയുർവേദത്തിനകത്ത് വണ്ണം എക്സ്ട്രാ കൂട്ടുന്നതോ എക്സ്ട്രാ വണ്ണം കുറയ്ക്കുന്നതോ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. നിങ്ങളെ ഇല്ലാതെ പോയി കിടന്നതായ നശിച്ചുപോയ ആരോഗ്യമോ സെല്ലുകൾക്കോ കുറവുണ്ടെങ്കിൽ അതിനെ നികത്താൻ മാത്രമേ പറ്റുള്ളൂ. അല്ല, നാച്ചുറൽ ആയിട്ടുള്ള ബോഡിയുടെ വണ്ണം കുറയ്ക്കാൻ ഒരു ഒറ്റ ഒരുത്തരും ഇന്ന് വരെ ജനിച്ചിട്ടില്ല. അങ്ങനെ ശാസ്ത്രവും ഇല്ല. കൂട്ടാനും പറ്റില്ല, കുറയ്ക്കാനും പറ്റില്ല. പിന്നെ ടിവിയുടെ അടി എഴുതി കളിക്കുന്നു. വണ്ണം കൂട്ടാൻ പറ്റില്ല, എന്ത് കുറയ്ക്കാൻ പറ്റില്ല. ഏത് യോഗ അപ്പം മനസ്സിലാവും കാര്യം. നിങ്ങൾക്ക് ലവണമല്ല, എന്ത് കുന്ത്രാണ്ടം കൊണ്ടുവന്നിട്ട് അമിതാഭ് ബച്ചൻ വന്ന് പറഞ്ഞാൽ മതി. ആരെങ്കിലും ലവണ തൈലം തേച്ചാൽ പറ്റാ